ചേടാ ഇപ്പൊ തന്നെ ലേറ്റ് ആണ്. ഇവളിത് എവിടെ പോയി കിടക്കുക? ആനുവോ? വന്ന് 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 പോവാ പോവാൻ വാ. അല്ല, മാച്ചിങ് ആണല്ലോ. ഇനിയിപ്പോ മാച്ച് ചെയ്ത് ഇടാനായിട്ട് തെറ്റാണല്ലേ നിനക്ക്? പോവാ, ലേറ്റ് ആയി. അപ്പൊ മിണ്ടാതിരുന്ന കാര്യം സാധിക്കൂല്ലേ? എപ്പോഴും ഈ പ്ലാൻ വർക്കൗട്ട് ആവണമെന്നില്ല. ശരി മാഡം. വരാൻ നോക്ക്. വാ. ഇവളെന്തിനാ ഈ കോളേജിലൊക്കെ പോയി കഷ്ടപ്പെടുന്നേ? ഇവളെ ഞാൻ നോക്കൂലേ? എന്തായാലും ഞാൻ കല്യാണം കഴിഞ്ഞാൽ ജോലിക്കൊന്നും വിടാൻ പോണില്ല. ഇത് പറയും നേരത്ത്. ഓ റിയ, ഹലോ. പറ ഡിയർ. ഞാനിന്ന് ഫ്രീ ആണോ ചോദിച്ചാ? അല്ലടാ, എന്തേ? കാണാനോ? നമുക്ക് നൈറ്റ് കണ്ടാ മതിയോ? ഓക്കേടാ, നൈറ്റ് കാണാട്ടോ. ഉച്ചക്ക് എനിക്ക് ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണ്ട്. നിനക്കറിയില്ലേ വരുണിനെ കാണാൻ പോകുന്നേ? അതെ അതെ. എന്നാ ഞാൻ നിന്നെ വിളിക്കാട്ടോ. ആടാ, ഓക്കെ. ലവ് യു. മൈ ഗോഡ്, ജസ്റ്റ് മിസ്. റിയ എങ്ങാനും മീരനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞാ എൻ്റെ കഥ കഴിഞ്ഞ്. എന്തായാലും മീരൻ എനിക്ക് വേണ്ട. മീരനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ റിയ തന്നെയാ. നീ മെസ്സേജ് അയച്ചോ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഈശ്വര, കളിയാക്കി റിലേ മൊത്തം അടിച്ചു പോയോ? കിച്ചേട്ടാ ഓക്കെ അല്ലേ? ആണല്ലോ. എന്തേ? അല്ല ഒന്നുമില്ല, ഞാൻ വിളിച്ചിട്ട് വിളിയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് ഞാൻ വേറൊരു കാര്യം ആലോചിക്കായിരുന്നു. അതാ. എന്തേ? ഒന്നുമില്ല, ഞാൻ കോളേജിൽ പോവാ. ഓക്കെ. ഞാൻ കൂട്ടാൻ വരണോ? ഇന്നൊരു പ്രൊജക്ട് ഉണ്ട്, അപ്പോ ചിലപ്പോ ഞാൻ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കൂട്ടാൻ വരണേ ചേട്ടനെ വിളിക്കാം. നീ വിളിച്ചോ, ഞാൻ വരാം. ഒറ്റയ്ക്ക് വരാൻ നിൽക്കണ്ട കേട്ടോ. ലേറ്റ് ആയാ ഒന്നെങ്കിൽ എന്നെയോ അല്ലെ സജിനെയോ വിളിച്ചോ. സജിനേട്ടനെ വിളിക്കട്ടെ? വിളിച്ചോ. എന്നാ ഞാൻ സജിനേട്ടനോട് വരാം. ഹലോ, സന്തോഷം. പോട്ടെ, ബൈ. മമ്മി എവിടെ? മമ്മി താഴെ അപ്പുറത്തെ വീട്ടിലെ ആന്റിനോട് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ എന്തായാലും പോട്ടെ. ശരി, ബൈ. ബൈ ബൈ. അത് എവിടെയാ? ഞാനത് എവിടെയായിരുന്നു വെച്ചത്? ഇവിടെ എവിടെയോ ആണല്ലോ വെച്ചത്. കിട്ടി. ഇതൊക്കെ എന്ത് രസമായിരുന്നു. ഷോ, ആ കാലം തന്നെ മതിയായിരുന്നു. എന്നാലും അവർ അങ്ങനെ പറയരുതായിരുന്നു. അതന്നെ, എന്തുകൊണ്ടിട്ട് അവരെങ്ങനെ പറയുന്നേ? നമുക്ക് കാണിച്ചു കൊടുക്കണം മീര, നമ്മളെ കൊണ്ടാവുന്നു. കാണിച്ചൊക്കെ കൊടുക്കാം, പക്ഷേ നമ്മൾ മൂന്നാളും മാത്രം എന്ത് ചെയ്യാനാ? ഈ ഗ്രൂപ്പിലുള്ള മൂന്നെണ്ണത്തിനും ഒരേ ബുദ്ധിയാ. നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ? ഈ ഫോണൊക്കെ പിന്നെ എന്തിനാ മീരെ? എല്ലാ ഐഡിയാസും എല്ലാരും എടുത്തിട്ടുണ്ടാവൂലേ? നീ ഇങ്ങനെ കൈവിടല്ലേ, നമ്മളെ കൊണ്ട് പറ്റും. മിഥുനെ, നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്ക് ഒരു ഐഡിയ ഉണ്ട്, നമുക്കൊന്ന് ട്രൈ നോക്കാം. അപ്പൊ എന്താ കുഴപ്പം? നമുക്ക് കാണിച്ചു കൊടുക്കണം മീര അവരെ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാല്ലേ? ഞാൻ അതിനെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്യട്ടെ. നീ നോക്കിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ പറ. ഓക്കെ. ഇത് പറയുന്നേരത്ത് നിവാൻ ചേട്ടൻ എന്താ ഇപ്പൊ വിളിക്കുന്നേ? എന്തായാലും ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവൂല. എന്തുറ്റി മീരെ? ഒന്നുമില്ല, ഞാനിപ്പോ വരാം. നിങ്ങളത് നോക്കട്ടോ. അല്ല മീര, നീ എവിടെ പോവാ? എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഇപ്പൊ വരാം. കോളൊക്കെ ആരാ? അതന്നെ, ഇത്ര പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ ആരാണ് ആവോ? എന്റെ പൊന്നോ, നീ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കണ്ട, ഞാനിപ്പോ വരാം. നിന്റെ മുഖത്ത് കാണാനുണ്ട്. അതന്നെ ഒരു നാണൊക്കെ. ഒന്ന് പോവോ? രണ്ടും രണ്ട് പണി തന്നിട്ടില്ലേ? ആയിക്കോട്ടെ മാഡം, നടക്കട്ടെ. സെറ്റായ ചെലവ് വേണേ. ഒന്ന് പോയടാ ഇതിനെ. ഞാൻ പോട്ടെ, കൊറേ ആരെ വിളിക്കുന്ന. ഒരു മിനിറ്റ്. വാ, അത് പോയി നോക്കാം. അല്ല മോളെ, നീ എന്താ യൂണിഫോമില്? എനിക്ക് ഈ പണി കഴിഞ്ഞിട്ട് ക്ലാസ് കയറണം. നിന്നെപ്പോലെ ഒരു പഠിപ്പിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പഠിച്ചാലേ വല്ലതും കിട്ടുള്ളൂ മോനെ, നീ നടക്ക്. വാ, എനിക്ക് അതിന്റെ പാസ്വേഡ് അറിയില്ല. പറഞ്ഞതാ, നടക്ക്. ഹലോ നിവാൻ ചേട്ടാ. ഹലോ, നീ എവിടെയാ? ഞാൻ കോളേജില്. കോളേജിൽ തന്നെയല്ലേ, അല്ലാതെ കളക്ടർ ഉദ്യോഗസ്ഥന് പോയതൊന്നല്ലോ. എന്തുപറ്റി? അല്ല, കൊറേ നേരമായി ഞാൻ വിളിക്കുന്നത്. നിനക്കെന്ത് ഇത്ര തിരക്ക്? എന്റെ ഫോൺ എടുക്കാതിരിക്കാൻ മാത്രം തിരക്കോ നിനക്ക്? അത് ഒരു പ്രൊജക്ട് ഉണ്ട്, അപ്പം അതിന്റെ ചെറിയ ഡിസ്കഷനിലായിരുന്നു, അതാ എടുക്കാഞ്ഞേ. സോറി. ആരൊക്കെ പ്രൊജക്ടില്? ഞാനും ചിന്നും മിഥുനും, വേറെ ആരില്ല. വേറെ ഏതെങ്കിലും ബോയ്സ് ഉണ്ടോ? ഇല്ല. ഇല്ലേ, നിനക്ക് കൊള്ളാം. ഇറങ്ങി വാ. എങ്ങോട്ട്? കോളേജിൽ നിന്ന് ഇറങ്ങി വരാൻ. എന്തിനാ? എന്തിനാന്ന് പറഞ്ഞാലേ വരുള്ളൂ. അങ്ങനില്ല, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നതാ. നിനക്ക് വർക്കാണോ വലുത്, ഞാനാണോ വലുത്? അത്
പഠിക്കണ്ടേ? നീയൊക്കെ പഠിച്ചിട്ട് എന്തിനാ? കല്യാണം കഴിഞ്ഞാൽ എന്തായാലും നിന്നെ ഞാൻ പണിക്ക് വിടൂല. സോ മോള് വേഗം സമയം കളയാതെ ഇറങ്ങി വരാൻ നോക്ക്. വരാം. വേഗം എന്നെ പോസ്റ്റ് ആക്കല്ലേ. ആ ശരി. ഈ ചേട്ടൻ എന്താ ഇത്ര റൂഡായി ബിഹേവ് ചെയ്യുന്നേ? ഓരോരുത്തരുടെ ബിഹേവിയർ അല്ലേ, നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെങ്ങനെയാ നമുക്ക് വേണ്ടി ഒരാളോട് മാറാൻ പറയാ? ലവ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാനും കൂടിയല്ലേ. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോ. എനിക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. എന്തായാലും താഴേക്ക് പോവാ. എന്റെ പൊന്നോ, ഒരു തേങ്ങ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തൊക്കെയാണ് അത് കാണിച്ചു വെച്ചിരിക്കുന്നത്? സോറി മാഡം, അറിയാതെ ഇടിച്ചതാട്ടോ. എന്താ അർജുനെ, ഒന്നാമതേ ഞാൻ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കുക. എന്ത് പറ്റിയടി ഭാര്യയെ? ഭയങ്കര പ്രാന്തനാണല്ലോ. എന്താണ്? നിന്റെ ആ എംപ്ലോയി ഉണ്ടല്ലോ, അതാര്? ആ സാനുഷ. അവളെന്ത് ചെയ്ത്? അയ്യോ, അവള് ചെയ്തെടുത്തോളം മതിയായി. ഇത് മൊത്തം എനിക്ക് ഫസ്റ്റ് മുതൽ പറഞ്ഞു തന്നെ കേട്ടല്ലോ. നീ ആദ്യം ഒന്ന് തണുക്ക്, എന്നിട്ട് പറ എന്താ പ്രശ്നം. എന്റെ പൊന്ന അർജുനെ, ഈ പണി അറിയാത്ത ഓരോത്തിനെ എന്തിനാ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നേ? നീ എന്താ പ്രശ്നം എന്ന് പറ. അവിടെ അടിക്കേണ്ടത് ഇവിടെ കൊണ്ടുവന്ന് അടിക്കും, ഇവിടെ അടിക്കേണ്ടത് അവിടെ കൊണ്ടുപോയി അടിക്കും. വേറെ ഒരു പ്രശ്നമില്ല. ഇതേ അവൾ ചെയ്തുള്ളൂ. ഇനിയിപ്പോ ഇതൊക്കെ ഞാൻ മാറ്റി അടിക്കണ്ടേ? ഇന്ന് 5 മണി ആയാലും എന്നെ നോക്കണ്ട കേട്ടോ. എന്റെ പൊന്നോ, ഇത്ര ആത്മാർത്ഥതയോ? ഇതിന് മാത്രം ആത്മാർത്ഥത ഒന്നും നീ കാണിക്കണ്ട. നീ ആ വർക്ക് എനിക്കൊന്ന് മെയിൽ അയച്ചിട്, അവളെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിച്ചോളാം. ഉറപ്പാ? ആ, അല്ലാതെ എന്റെ ഭാര്യനെ 5 മണിയാകുമ്പോ എനിക്ക് കിട്ടണ്ടേ? അയ്യടാ. അല്ല, സാറെന്താണ് ഈ വഴിക്ക്? ഞാൻ നിന്നെ തെരഞ്ഞിറങ്ങിയതാ. എന്നെ തെരഞ്ഞോ? എന്തേ? വിക്സ് ഉണ്ടോ? എന്തിനപ്പോ വിക്സ്? ആ ഷർട്ട് മൊത്തം ചീത്തയാക്കി. ചീത്തയായിട്ടൊന്നുമില്ലേ? പിന്നെ ഇതെന്താ? നീ വിക്സ് എടുത്താ? എന്തിനാ വിക്സ് എന്തിനാ? തലത്തേക്ക്. എന്തേ വയ്യേ? ഭയങ്കര തലവേദന. എനിക്കൊന്ന് സ്ക്രീൻ ടൈം കൂടിയിട്ടായിരിക്കും. നിന്റെ ഉണ്ടേ താ. വാ എടുത്തരാം. ആ വണ്ടിയേക്കോ? വിളിച്ചു നോക്കണോ? വേണ്ട, പോയോക്കാം. ഹായ്. ഹായ് ഹായ്, വേം വാ. എങ്ങോട്ട്? അതൊക്കെ അവിടെ എത്തുമ്പോ അറിയും. നീ ഒന്ന് വന്ന് കേറോ? നമ്മളെങ്ങോട്ടാ? നിനക്കെന്താ മലയാളം പറഞ്ഞാ മനസ്സിലാവൂലേ? നമ്മൾ അവിടെ എത്തുമ്പോ അറിയും. വന്ന് കേറാൻ നോക്ക്. കേറാം. പോണോ? എന്തായാലും വേണ്ടില്ല, ചേട്ടന് ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. ഒരു സേഫ്റ്റിക്ക് കിടന്നോട്ടെ. മീരേ, എന്തു പറ്റി? ഒന്നും പറ്റില്ല. ഭയങ്കര സെഡാണല്ലോ. പറയാനേ. ചേട്ടന് ശരിക്കും ഇഷ്ടാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എനിക്കെന്നെ ഇഷ്ടമല്ലാത്ത പോലെ ഫീൽ ചെയ്ത്. എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ കുട്ടാ? നീ എന്റെ പെണ്ണല്ലേ? ശരിക്കും? ആ, കഴിക്കാൻ എന്താ വേണോ? വേണ്ട. എന്താ വേണ്ടാത്തേ? വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റൂല. എന്തെങ്കിലും കഴിക്കണം. എന്താ വേണ്ടേ? അത്ര നിർബന്ധാണെങ്കിൽ ഒരു കോഫി വാങ്ങിക്കാം. കോഫി മാത്രം മതി? ഓർഡർ ചെയ്യാട്ടോ. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കടോ. ഗുഡ് ഗേൾ. നിനക്കറിയോ, ഞാൻ നിന്റെ ഈ ചിരിയിലാ വീണത്. ഒന്ന് പോയ, വെറുതെ പറയല്ലേ. ശരിക്കും എന്റെ ചിരി അത്രയ്ക്ക് ഭംഗിയാ? എനിക്കിഷ്ടാ. ചേട്ടനെന്താ എന്നോട് പഠിക്കണ്ടെന്ന് പറഞ്ഞേ? അത് നീ എന്തിനാ പഠിച്ച് കഷ്ടപ്പെടുന്നേ? നിന്നെ ഞാൻ നോക്കൂലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, അങ്ങനെ പറഞ്ഞതാണോ? ഞാൻ വിചാരിച്ചെന്തോ ദേഷ്യപ്പെട്ട് പറഞ്ഞതാണ്. ഞാൻ എന്റെ കൊച്ചിനോട് ദേഷ്യപ്പെടുവോ? നീ പിന്നെ എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ എന്ത് ഡൗട്ട് അടിക്കാൻ? അവൻ ഇത് മനസ്സിലാവാൻ മാത്രമുള്ള ബുദ്ധിയൊന്നുമില്ല. ഫോൺ അടിക്കുന്നു, എടുക്കുന്നില്ലേ? ഒരു മിനിറ്റേ. ഓ, ആരിത്? റിയ? ഇവിടുന്ന് സംസാരിച്ച സെറ്റ് ആവൂലല്ലോ. കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. മീര, ഞാനിപ്പോ വരെ. കുറച്ച് അർജന്റ് കോളാ. ഇനി ഞാൻ കോഫി ഓർഡർ ചെയ്യാം. ആ ചേട്ടാ. ആ, ഓക്കെ. ഓ ബേബി, പറ. എന്തു പറ്റി? ആരാ അവോയ്ഡ് ചെയ്തേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന്? എന്നിട്ടും ഞാൻ മീറ്റിംഗിന്റെ ഇടയിൽ കൂടെ നിന്റെ കോൾ എടുക്കുന്നത്, അറിയോ? യാ ഡിയർ, യു ആർ ദാറ്റ് മച്ച് സ്പെഷ്യൽ ഫോർ മീ. നീ പറ. ഈ കഥ ഫുള്ള് കേട്ടിട്ടേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ, പോരെ? അപ്പൊ സ്നേഹം കൊണ്ട് തന്നെയാ ചേട്ടൻ എനിക്ക് കിട്ടിയതിന്റെ ഭാഗ്യ ചേട്ടാ. ഓക്കേടാ, ബൈ, ലവ് യു. ഓ, ഇതിന്റെ കാര്യം ഞാൻ മറന്നേ പോയി. എന്ത് ഇത്രയും നേരം? എനിക്ക് പല കോളും ചെയ്യാനുണ്ടാവും. എന്നെ പോസ്റ്റ് ആക്കി. ഞാനൊരു ആക്ടർ അല്ലേ, ഇതൊക്കെ കുറച്ച് മനസ്സിലാക്ക്. അല്ല, സമയം കുറെ ആയി, വീട്ടിൽ പോണ്ടേ? നീ പോയിക്കോ. ചേട്ടൻ ആക്കി തരില്ലേ? എനിക്കിനി ടൈമില്ല, ഒരു ഡയറക്ടറിനെ കാണാൻ പോകാനുണ്ട്. നീ പോയിക്കോ. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയില്ലേ? അറിയാം, അല്ല ചോദിച്ചതാ. നിന്നാരാ നേരത്തെ വിളിച്ചേ? അത് കിരണേട്ടൻ. അതാരാ? കിരണേട്ടന് ചേട്ടൻ അറിയില്ലേ? ചിന്നൂര് ചേട്ടൻ. ഓ, അവനോ? നീ എന്തിനാ അവനെ വിളിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ പാസ്വേഡ്. എന്റെ പാസ്വേഡ് എന്തിനാ ചേട്ടനെ? ഓ, അപ്പൊ എന്നെ വിശ്വാസല്ലേ അല്ലേ? അയ്യോ, വിശ്വാസമില്ലായിട്ടല്ല, എന്നാലും അത് എന്റെ പ്രൈവസി അല്ലേ.
നമ്മൾ തമ്മിൽ പ്രൈവസി ഒക്കെ വേണോ? എനിക്ക് നിന്റെ എല്ലാ പാസ്വേഡും വേണം, ഫോണിന്റെ എല്ലാ സോഷ്യൽ മീഡിയന്റെയും. തരാൻ പറ്റുമോ ഇല്ലയോ? തരാം. നീ മേലാ കിരണിനെ വിളിച്ചു വരുത് കേട്ടല്ലോ. ഇനി നീ അവനെ വിളിക്കുന്നത് ഞാൻ കണ്ട. ഇല്ല, വിളിക്കില്ല. വിളിച്ചില്ലേ നിനക്ക് കൊള്ളാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ട് എന്റെ കൂടെ വരരുതേ. എനിക്ക് ഇന്ന് നിന്റെ ഡ്രസ്സിങ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പോവാ, നീയും പോവാൻ നോക്ക്. ഞാൻ പോയിക്കോളാം. വീട്ടിലെത്തിയ ഉടനെ എനിക്ക് പാസ്വേഡ്സ് ഒക്കെ ഷെയർ ചെയ്യണം കേട്ടല്ലോ. ചെയ്യാം. ബസ് പോലും ഇല്ലല്ലോ. വരുമായിരിക്കും. ശരിക്കും ഞാൻ ചെയ്യുന്നതാണോ തെറ്റ്, അതോ ഈ ചേട്ടന്റെ സ്വഭാവം മനസ്സിലാവൂല. എല്ലാ ചെക്കന്മാരും ഇങ്ങനെയാണോ? എനിക്കെന്താ തീരെ വയ്യാത്ത പോലെ, ഭയങ്കര തണുപ്പ്. ഇതെന്താ പെട്ടെന്ന്? മീരേ, കിച്ചേട്ടാ, നീ എന്താ ഇവിടെ? ഞാൻ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട്. കോളേജ് പോയില്ലേ? കോളേജിൽ പോയി, അവിടുന്ന് ഫ്രണ്ടിനെ കണ്ടിട്ടാ വരുന്നേ. എന്തോ കള്ളത്തിനുണ്ടല്ലോ. ഒരു കള്ളത്തിനുമില്ല. നിനക്കെന്ത് പറ്റി? വയ്യേ? മുഖമൊക്കെ എന്തോ പോലെ ഉണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. പനിക്കുന്നുണ്ടോ? അതെന്താ ചേട്ടൻ അങ്ങനെ ചോദിച്ചേ? ഇല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തതാ. ഞാൻ വീട്ടിൽ കൊണ്ടേക്കാം. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. വാ മീരേ, എനിക്ക് ഒന്നാമതേ വയ്യ. വേണ്ട. ഉറപ്പാ? ആ, ചേട്ടൻ പോവാൻ നോക്ക്. ആരെയും കണ്ടാല്. ആര് കാണാൻ? അല്ല, ആരെയും കണ്ടാൽ നീ പറയൂലേതാ. നീ ഒന്നും ഇങ്ങോട്ട് വാ. എന്തിനാ? എനിക്കൊരു കാര്യം പറയാണ്ട്, ഇങ്ങോട്ട് വാ. എന്താ? പറയട്ടെ. ഇത് കൊറേ കാലമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. എന്താ? എനിക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടാ. ആരെ? ആരായിരിക്കും? എനിക്കെങ്ങനെ അറിയാനാ? നിന്നെ. എന്നെയോ? അതെ, ക്രിഞ്ചാണെന്നറിയാം. എന്നാലും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ ചേട്ടാ. എന്തേ? നീ കമ്മിറ്റഡ് ഒന്നല്ലല്ലോ അല്ലേ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ചേട്ടൻ അങ്ങനെ കണ്ടിട്ട് പോലില്ല. എന്താ? എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഞാൻ കമ്മിറ്റഡും ആണ്. ഇത് ഇതേവരെ ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് ചേട്ടനോട് പറയാഞ്ഞേ. ഇന്നും വെച്ച്. അപ്പൊ നീ ശരിക്കും കമ്മിറ്റഡാ? അതെ, അതന്നെയല്ലേ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞത്. ഞാൻ ചേട്ടൻ അങ്ങനെ കണ്ടിട്ടില്ല. റിയലി സോറി. നീ ആരായിട്ടാ കമ്മിറ്റഡ്? അതെങ്കിലും ഒന്ന് പറ. കോളേജിലാരെങ്കിലും? കോളേജിലൊന്നല്ല. ചേട്ടൻ എന്തൊക്കെ അറിയണം? സ്വന്തം കാര്യം നോക്കിയാ പോരെ. ഞാൻ പോവാ, ബസ് വരുന്നുണ്ട്. എത്രയും ചേട്ടനെ പറ്റി ഞാനിങ്ങനെ വിചാരിച്ചില്ല. സോറി. പറയണ്ടായിരുന്നു. മാഡം. പറയൂ സാർ. കഴിഞ്ഞോ? കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ വയ്യ നിനക്ക്? വയ്യ. പോവാ, മതി. ഇപ്പൊ പോയാ എങ്ങനെ ശരിയാവാ? ഒരു 5 മിനിറ്റിന് വർക്കും കൂടി ഉണ്ട്. ഒരു 5 മിനിറ്റ് പ്ലീസ്. ശരി. നീ ഇവിടെ ഇരുന്നോ? വേൻ ചെയ്. അത് ശരി, ഇത് ലോഡാവണ്ടേ? പറയാൻ പറഞ്ഞുപോയി. എനിക്കിന്നൊരു സാധനം കിട്ടി. വാട്ട് സാധനം? നിന്റെ ഒരു പഴയ ഫോട്ടോ. നിനക്ക് എവിടുന്നാ മോനെ എന്റെ ഈ പഴയ ഫോട്ടോ ഒക്കെ കിട്ടുന്നേ? അതൊക്കെ കിട്ടി. പക്ഷെ ഇത് സാധാരണ ഫോട്ടോ പോലെ അല്ല. പിന്നെ? ഇത് നിന്റെ ഫാമിലി ഫോട്ടോ. ശരിക്കോ? നീ കാണാത്ത നിന്റെ അച്ഛനെ അമ്മേനെയൊക്കെ ഞാൻ കണ്ട്. എടി, നിനക്കൊരു അനിയത്തി ഉണ്ട്. ആർക്കറിയാം. എനിക്ക് കണ്ടിട്ടൊരു 5-6 വയസ്സ് ഡിഫറൻസ് ഉള്ള പോലെ ഫീൽ ചെയ്ത്. 5-6 വയസ്സെന്ന് പറയുമ്പോ ഇപ്പൊ എനിക്ക് 22. അപ്പൊ അവക്ക് ഒരു 17 ആയിരിക്കും ചിലപ്പോ. ആരാണാവോ അത്? നമുക്ക് കണ്ടുപിടിക്കായിരുന്നല്ലേ. എനിക്കൊരു അനിയത്തിനെ കിട്ടിയനെ. നിനക്ക് മീരല്ലേ? അങ്ങനല്ല, സ്വന്തമായിട്ട് കിട്ടുമല്ലോ. എവിടെയാണാവോ? മതിയടി, എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. നീ ആദ്യം നിന്റെ ഈ വായ ഒന്ന് പൂട്ടി വെക്ക്. അപ്പൊ നിന്റെ തലവേദന പകുതി കുറയും. അനുവോ, വാ പോവാ. എനിക്കിത് തീർക്കാതെ വരാൻ പറ്റില്ല കുട്ടാ. എവിടെങ്കിലും ഒന്ന് കിടന്നാ മതി. കിടന്നോ? കിടക്കട്ടെ. കിടന്നോ? നിനക്ക് പായസം കുടിക്കാൻ തോന്നുന്നുണ്ടോ? പായസം? എനിക്ക് പായസം കുടിക്കാൻ തോന്നുന്നു. വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി തരേ. ശരിക്കോ? എന്നാ ഓക്കെ. എന്റെ അമ്മോ, ഇനി ഇതൊന്ന് ലോഡായാ മതി. ഇതിനി എപ്പോഴാണാവോ ഇറങ്ങി വരിക? ഇനി ഒരാഴ്ചത്തേക്ക് കാണൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇപ്പൊ കാണാൻ വന്നത്. വരട്ടെ. പൊന്നോ, എന്തൊരു ലുക്കാ. പാമ്പുണ്ടോ ഇവിടെ? പാമ്പല്ല, ചേര. വന്നോ? നീ എന്നോട് 5:15 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി. സ്ഥിരം പരിപാടി തന്നെയല്ലേ? എനിക്ക് വിശന്നിട്ട് വയ്യവാ ഫുഡ് കഴിക്കുമ്പോ. നിക്ക്, ഞാൻ ചോദിക്കട്ടെ. ചോദിക്ക്. എന്താണ് കളർ ഡ്രസ്സില്? കോളേജ് ഇല്ലേനോ? ഇന്ന് പ്രൊജക്റ്റാ. ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോ ഡ്രസ് മാറ്റി. രസമുണ്ടോ? രസമൊക്കെ ഉണ്ട്. നീ എന്താ എന്റെ വേഷത്തിനെ പറ്റിയൊന്നും പറയാത്ത? പറയാൻ മറന്നുപോയി. ഇതെന്താ ഈ കോലത്തില്? രസമില്ല? രസമില്ലായിരുന്നില്ല, കുറച്ചൊരു പ്രായം കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രായം കൂടട്ടെ, ഞാൻ ബാംഗ്ലൂർ പോവാ. ഇന്നോ? അപ്പൊ ഇനി എന്ന് വരും? ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പൊ ഒരാഴ്ച ഞാൻ കാണാതിരിക്കണം?
വേണം. അതുകൊണ്ടാണ് ഞാനിപ്പോ വന്നത്. പോണം അത്രയ്ക്ക് നിർബന്ധ? ആ നിർബന്ധ. പോയില്ലെങ്കിൽ എന്റെ പണി പോവും. എന്നാ പോയിക്കോ. ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പോകും? ഇപ്പൊ നമുക്ക് നിനക്ക് വിശക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവാം. എന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോവാം. എവിടെ? വെറുതെ പാർക്കിലൊക്കെ കറങ്ങി രാത്രി തിരിച്ചു പോവാം. വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങണ്ടേ? എന്റെ ചേട്ടൻ്റെ അടുത്തുനിന്ന് ഫുൾ പെർമിഷൻ എടുത്തിട്ടാ ഞാൻ വന്നത്. വാ. ശരിക്കോ? അതെ അതെ. നിങ്ങൾ ഭയങ്കര കമ്പനിയായല്ലേ? പിന്നെ എന്റെ അളിയനായിട്ട് ഞാനല്ലേ കമ്പനി ആവേണ്ടത്. ആയിക്കോട്ടെ, വാ, എനിക്ക് ഫുഡ് കഴിക്കണം, വിശന്നിട്ട് വയ്യോ. വാ 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 വാ. ഇല്ല ഇപ്പൊ എന്നെ പിടിച്ച് തിന്നു. ആ ഞാനൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് സംഭവം? തരട്ടെ? താ. കണ്ണടക്കി. കണ്ണടക്കില്ല. കണ്ണടക്കിടി. ഇല്ല മോനെ. എടി കണ്ണടച്ചല്ലെങ്കിൽ ഇത് തരാൻ പറ്റൂ. എന്നാ എനിക്ക് വേണ്ട. എനിക്ക് ഇത്തിരി വിശ്വാസം കുറവുണ്ട്. ശരി, എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കണം കേട്ടോ. അതെന്തിനാ? ഒരു ഗിഫ്റ്റ് തരാൻ. എന്താണ് ഇത്ര സർപ്രൈസ് ഗിഫ്റ്റ്? അത് കണ്ടോ? എന്താ മോനെ സജിനെ ഒരു വശവശക്ക്? ഒരു വശവശകും ഇല്ല. നിനക്ക് കണ്ണടയ്ക്കാൻ പറ്റണപ്പോ കണ്ണടയ്ക്കാൻ പറ്റൂല അല്ലേ? ശരി, അടയ്ക്കണ്ട, ഞാൻ തരാം. വേണ്ട വേണ്ട, ഞാൻ കണ്ണടയ്ക്കാം. വെയിറ്റ്. എന്നാ കണ്ണടക്കി. അടച്ച്. കണ്ണോർന്നോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെ ഇഷ്ടം. നേട്ടനോട് ആരോ പറഞ്ഞേ? നിനക്ക് ഇങ്ങനത്തെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടല്ലേ? ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ട്. എന്നാ പോയാലോ? എനിക്ക് ബബിൾ ടീ വാങ്ങിത്തരോ? എന്താണ് ഇപ്പൊ അതിനോട് ഇത്ര കൂതി? ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല, അത് ഒന്ന് വാങ്ങിത്തോ. വാ. ശരിക്കോ? എന്നാ വാ. സജിനേട്ടാ, നമ്മളെ കല്യാണം ഒരു ഇന്റിമേറ്റ് വെഡിങ് ആക്കിയാലോ? കോമഡിയാ? അല്ല, കാര്യമായിട്ട് പറഞ്ഞാ. എന്റെ പൊന്നു മോളെ, നിനക്ക് നിന്റെ ഡാഡീനെ അറിയില്ലേ? എന്നോട് വിളിച്ചപ്പോ എന്താ പറഞ്ഞെന്നറിയോ? 1000 പേർക്കുള്ള സദ്യ റെഡി ആയിരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. 1000 ആൾക്കാരോ? അതെ. എന്നിട്ട് നീ എവിടുന്ന് ഇന്റിമേറ്റ് ആക്കാനാ? ഞങ്ങളെ കുടുംബത്തിൽ 1000 ആൾക്കാരൊക്കെ ഉണ്ടോ? അതെനിക്കറിയില്ല, നിന്റെ ഡാഡിനോട് ചോദിക്കി. ഈ പപ്പയ്ക്ക് ഭ്രാന്ത. എനിക്ക് വയ്യ. ഇതിലും വരെ നമ്മൾ ഒളിച്ചോടുന്നത്. എന്റെ പൊന്നു ചിന്നോ, നീ എന്നെ ചിരിപ്പിക്കാതിരുന്നേ. അല്ല, നിന്റെ ചേട്ടന്റെ കേസ് എന്തായി? ആർക്കറിയാം. ഇപ്പൊ എന്നോടൊന്നും പറയാറില്ല. കിളി ചെറുതായിട്ട് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തേ? ഇന്ന് രാവിലെ ഞാനൊരു 100 വിളി അവനെ വിളിച്ച്. അവസാനത്തെ വിളിയിൽ അവൻ കേട്ടത്. ചോദിച്ചപ്പോ പറയാ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഡോക്ടറൊക്കെ അല്ലേ, കൊറേ വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടാവും. അവനൊക്കെ ആരാണാവോ കാണിക്കാൻ വരുന്നേ? എന്തേ? ഒന്നുമില്ല. കിടന്നോ. ചേട്ടന് നാളെ പോണം നിർബന്ധ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, പോയില്ലെങ്കിൽ എന്റെ പണി പോകും കുട്ടാ. അപ്പൊ ഞാൻ ഒരാഴ്ച കാണാതിരിക്കണ്ടേ? വേണം. എന്തിനാ കാണാണ്ടിരിക്കണേ? വീഡിയോ കോൾ വിളിച്ചൂടെ? വീഡിയോ കോൾ വിളിച്ചാൽ ശരിയാവില്ല. ഒരാഴ്ചല്ലേ? ഒരാഴ്ച പറഞ്ഞ എത്ര ദിവസം ഉണ്ട്? 7 ദിവസം ഉണ്ട്. അതൊക്കെ വേഗം പോവും. വെറുതെ പറയാ, അത്ര വേഗമൊന്നും പോവില്ല. നാളെ എക്സാം ഉണ്ട്. എന്തിന്റെ എക്സാം? മാത്സ്. വേറെന്ത്? മാത്സിൽ നീ പുലിയല്ലേ? എനിക്ക് തീരെ ഇഷ്ടല്ല. എനിക്കിഷ്ടല്ല. പിന്നെ എങ്ങനെ ചേട്ടൻ മാനേജർ ആയത്? മാനേജർ ആവാൻ മാത്സ് അറിയണോ? വേണ്ടേ? അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഈ 4 എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. അപ്പൊ പിന്നെ എന്തും ആവാം. ഞാനായിട്ട് എല്ലാം കൊണ്ടുപോയി കളഞ്ഞ്. എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഇനി അവളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കൂ. ഹായ് റിയ. ഹായ്, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഗുഡ്? നോട്ട് ആക്ച്വലി. എടാ കൊരങ്ങ, നിന്റെ മുഖം കണ്ട എനിക്കറിയാം. എന്ത് പറ്റി? ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. ഞാൻ നീ പറഞ്ഞ പോലെ ചെയ്ത്. എന്നിട്ടെന്ത്? 3G. ചേടാ, എന്താ പറഞ്ഞേ? ഷീസ് വിത്ത് someone else. ഡാർക്ക്. ആരാന്ന് വല്ല ഐഡിയ ഉണ്ടോ? അതില്ല, കോളേജിലല്ലാന്ന് പറഞ്ഞു. സാരില്ല, പോട്ടെ. നീയാണ് എന്റെ ലൈഫ് സ്പോയിലർ ആവാനുള്ള കാരണം. അത് ശരി. ഇപ്പൊ ഞാനായല്ലോ. നീ എന്നോട് തല്ലുണ്ടാക്കാതെ അവളെ കാര്യം സെറ്റാക്കാൻ നോക്ക്. എടി, നീ ഞാൻ എന്ത് ചെയ്യും? നീ തന്നെ പറ. ഞാനിപ്പോ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ നീ പറഞ്ഞത് നിന്റെ ലൈഫ് ഞാൻ സ്പോയിലർ ആക്കിന്ന്? എടി പറയടി, നീയും കൂടെ കൈവിട്ടാ കഴിഞ്ഞിട്ടോ മോളെ. വലിയ ഡോക്ടറാ. ഇത്രേ ഉള്ളു. നീ പ്ലാൻ പറയുന്നുണ്ടോ അതോ ഞാൻ? നിക്ക്. പ്ലാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടില്ല. എപ്പോ പറയാൻ? ഞാനൊന്ന് ആലോചിക്കട്ടെ. നിന്റെ പുതിയ ലൈഫൊക്കെ എങ്ങനെയുണ്ട്? എന്റെ പൊന്നു മോനെ, ഭയങ്കര ക്രിഞ്ചാണ്. അതെന്തേ? അവൻ ആക്ടറാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞ എന്റെ പൊന്നോ, എന്റെ കിച്ചോ, നീ കേക്കണം. ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട്, നിനക്ക് കേൾപ്പിച്ചുതരാം. നീ റെക്കോർഡൊക്കെ കേൾപ്പിച്ചോ? അതവിടെ നിക്കട്ടെ. അതെനിക്ക് ആളെ ഒന്ന് കാണിച്ചു തരുമോ? കാണാനൊന്നും ഇല്ലടാ, നീ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് അപ്പിയറൻസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഒരു ഗ്രീൻ ഐസ് ആയിട്ട്, ബ്ലൂ ഹെയർ. എനിക്കറിയൊന്നും തോന്നില്ല മോളെ. വെയിറ്റ് ചെയ്യ, ഞാൻ പിക്ക് കാണിച്ചു തരാം. നോക്ക്. എന്തേ? എടി, ഞാൻ ഇവനെ എവിടെയോ
കണ്ടിട്ടുണ്ടാവും. ഏ ആ ഇവൻ ഫിലിമിലില്ലേ, അപ്പൊ നീ കണ്ടിട്ടുണ്ടാവും. ഷേ ഫിലിമിലൊന്നും അല്ല. പിന്നെ എവിടെ? അയ്യോ എവിടെയാന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഈ 2 ദിവസത്തിൽ ഏതോ ഒരു ദിവസമാണ്. നീ 2 ദിവസം എവിടേക്കാ പോയെന്നാലേക്ക്? ഷേടാ നീ ഒന്ന് ആലോചിക്ക്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോല്. നീ എന്നോട് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നീ ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ പോയിരുന്നു. ഷേ അതൊന്നല്ല, അതൊക്കെ നല്ല ഓർമ്മ ഉണ്ടല്ലേ. പിന്നെ നീ എന്നെ കൂട്ടാതല്ലേ പോയത്? വേറെ ആലോചിക്ക്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി സിനിമയ്ക്ക് പോയി. അതുമല്ല. പിന്നെ ആ ചിന്നുവിന്റെ സ്കൂളിൽ പോവാന്ന് പറഞ്ഞിരുന്നു. ചിന്നുവിന്റെ കോളേജില്, അതായത് അന്ന് ചിന്നുവിനെ മീരനെ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട്. അതെ. ആ അവിടുന്ന് തന്നെ കാണുമല്ലോ. അവൻ ഏതൊരു കോളേജ് നോക്കാൻ പോവാന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഓ അപ്പൊ അവനാണല്ലേ. അതെ. ബാ നീ നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. അത് ഇവിടെ നിന്ന് ഉണ്ടാക്കിയ പോരെ. എനിക്കിനി തിന്നെ വാങ്ങിത്താ. നിനക്ക് കൊക്കോപ്പുളിന്റെ അസുഖം ഉണ്ടോ പെണ്ണേ? പോടാ പോടാ, നിനക്ക് വാങ്ങിത്തരാൻ പറ്റാ ഞാൻ വാങ്ങിത്താ. വലിയ ഡയറ്റാന്ന് പറയും ചെയ്യും, എന്നിട്ട് കാണുന്നവർക്ക് തിന്നുകയും ചെയ്യും. കഷ്ടം തന്നെ. നിനക്ക് ചായ വേണോ? ആ വേണം. എന്നാ ബാ വാങ്ങിത്തരാ. അങ്ങനെങ്കിലും ഈ വായ ഒന്ന് പൂട്ടി വെക്കട്ടെ. ഓ ഞാൻ വരുന്നില്ല, നീ ഒറ്റയ്ക്ക് പോയിട്ട് കുടിച്ചോ. മീരനെ സെറ്റാക്കി തരണോ വേണ്ടേ? അത് വേണം. എന്നാ വാ.